ഹലോ നമസ്കാരം. അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ മോഹൻലാൽ പറഞ്ഞ മാതിരി ഒരു 6 വർഷത്തിന് ശേഷം വീണ്ടും പ്രവാസിയായിട്ടുണ്ട്. ഞാൻ മൊത്തത്തിലൊരു 10-13 കൊല്ലം ആദ്യം നിന്നതായിരുന്നു സൗദിയിൽ. അത് ജിദ്ദ ജിസാനായിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒഴിവാക്കി നാട്ടിൽ പോയി. പിന്നെ ഒരു 6 വർഷമായിട്ട് നാട്ടിൽ ലോറിയിലും ഇതൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും പ്രവാസിയാക്കി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നലെ ഇവിടെ എത്തിയിട്ടുണ്ട്. ജിദ്ദ എയർപോർട്ടിൽ ഉച്ചക്ക് 12 മണിക്ക് ഇറങ്ങി. ഞങ്ങളെ കമ്പനിയിലാണ് ഇവിടെ ഉള്ളത്. അൽക്കുമ്രയിലാണ് കമ്പനി ഉള്ളത്. അൽക്കുമ്ര കടപ്പുറ ഏരിയയിലാണ് കമ്പനി. പിന്നെ ഇവിടെ കണ്ടെയ്നർ വണ്ടി ട്രെയിലർക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. കുറേ മലയാളികളുണ്ട്. ഓഫീസിലും ഫുള്ള് മലയാളീസാണ്. ഏകദേശം ഒരു 100-100 ചില്ലാനം വണ്ടികളുണ്ട് ഇവിടെ, കണ്ടെയ്നറുകൾ. കുറേ ഡ്രൈവർമാരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളെ കൂടെ ഒരാൾ കൂടി ഉണ്ട്, ഷാജാനൊക്കെ ഉണ്ട്, കൊണ്ടോട്ടി. ഞങ്ങൾ രണ്ടാളുമാടെ വന്നത് നമ്മളെ വീഡിയോയിലുണ്ട് മൂപ്പര്. അപ്പോൾ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മളിപ്പോൾ കമ്പനിയിലാണ് ഇപ്പോൾ ഉള്ളത്. കമ്പനി കുറേ ട്രെയിലറുകളുണ്ട്. ഓരോന്നോരോന്നെടുത്ത് ഓരോ ഡ്രൈവർമാർ പോണ വണ്ടികളാണ്. അപ്പോൾ എല്ലാവർക്കും റൂം കണ്ടെയ്നർ റൂമാണ്, മറ്റേ ബിൽഡിങ് റൂമല്ല. അപ്പോൾ അതാണ് വണ്ടികളൊക്കെ പുതിയ വണ്ടികളാണ്. ഏകദേശം ഒരു 100 ചില്ലാനം വണ്ടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒക്കെ പല ഭാഗത്തൊക്കെ പോയിക്കാണ്. ദമാം റിയാദാണ് മെയിൻ റൂട്ട്. തബൂക്ക്, ദമാം, റിയാദ്, ഇതൊക്കെയാണ് നമ്മളെ റൂട്ടുകൾ. അപ്പോൾ ഇത് നമ്മളെ തൊട്ടപ്പുറത്ത് വേറൊരു കമ്പനിയാണ്. ഇത് കണ്ടെയ്നർ യാർഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഷിപ്പ് യാർഡ് ഉണ്ട് കുറച്ച് അപ്പുറത്ത് മാജർ ഭാഗത്ത്. അവിടെ പോയിട്ട് കണ്ടെയ്നർ കയറ്റിക്കാണ്ട് റിയാദ്, ദമാം, തബൂക്ക്, തായിഫ് പല ഭാഗത്തേക്കും പോകുന്നുണ്ട്. സൗദിയാണ്. എവിടേക്കാ ഓട്ടം കിട്ടണമെന്ന് വെച്ചാൽ പോവാം. കുറേ മലയാളികളുണ്ട്, പണിക്കാർ, ഡ്രൈവർമാർ, പാകിസ്ഥാനികളുണ്ട്, മലയാളികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളെ കമ്പനി. ഇതെല്ലാവർക്കും കണ്ടെയ്നർ റൂമാണ്. നമ്മളെ മലയാളികളൊക്കെ ആ ഭാഗത്താണ്. ഞങ്ങൾ ഇന്നലെ വന്നത് കാരണം മലയാളി റൂമൊക്കെ ഫുള്ളാണ്. ഇനി അവിടെ ഒരു അപ്പുറത്തൊരു കണ്ടെയ്നർ റൂം ഇപ്പോൾ ഒഴിവാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിക്ക് മാറും. ഇപ്പോൾ തൽക്കാലം ഇതാണ് ഞങ്ങളെ റൂം. ഷാജാനൊക്കെ പെരിയൊക്കെ വിളിച്ച് വീഡിയോ കോൾ കാട്ടി കൊടുക്കുകയാണ്. ഇതൊക്കെ റൂം തന്നെയാണ്, ഒക്കെ ഡ്രൈവർമാരുടെ റൂമാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ആണ് അവർ പറഞ്ഞത്, പണിയെടുത്താൽ പൈസ ഉണ്ടാവും എന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല സുഖമുള്ള പണിയൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാം കൊണ്ട് സാറാണ്. നമ്മളെ കമ്പനീൻ്റെ പേര് ATC എന്നാണ്. ATC ഇതാണ് നമ്മളെ വണ്ടിമത്തെ ഓല എംബ്ലം. ഈ ഡോർമ കാണുന്നതാണ് ATC. അപ്പോൾ ഞാൻ അല്ലാതെ വീഡിയോ എടുക്കണില്ല. ഇനിയിപ്പോൾ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. മലയാളീസാട്ടോ, സൗദിയാണ് അതാണ്, പക്ഷെ ഫുള്ള് മലയാളീസാണ്. ഒക്കെ മഞ്ചേരി, മലപ്പുറം, കൊഴുവാരക്കുണ്ട് ആ ഭാഗത്ത് കൂടി ഉള്ള ആൾക്കാരാണ് ഇതിൽ ഫുള്ള്. സ്റ്റേറ്റുകാരും ഉണ്ട്. ഇപ്പോൾ ഇന്നലെ ഒരാൾ കൊല്ലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കമ്പനി. അപ്പോൾ പേപ്പർ ഇക്കാമി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈസൻസ് പുതുക്കണം. ലൈസൻസൊക്കെ എക്സ്പയർ ആയി കിടക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കാണി. ഇനി നമ്മളെ വീഡിയോ വരും, അധികം വൈകാതൊക്കെ വരും. സൗദിയുടെ വീഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ പോട്ടെ. വണ്ടിയൊക്കെ കിട്ടിയിട്ട് ലൈസൻസും കാര്യങ്ങളൊക്കെ റെഡിയായി പണിക്കൊക്കെ കയറി നമ്മൾ പോകുന്ന റൂട്ട് കാര്യങ്ങൾ ഒക്കെ എടുത്തു തരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വണ്ടികളിങ്ങനെ വരുന്നത് പോകുന്നത്, കുറേ പോകുന്നത്. അവിടെ ഫ്രണ്ടിലാണ് ഗേറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും. ഞാൻ ജിദ്ദ അൽക്കുമ്ര എന്ന സ്ഥലത്താണ് ഉള്ളത്. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇതിനൊപ്പം വെക്കുന്നുണ്ട്. നമ്മൾ ആളുകളൊക്കെ ഉണ്ട്, കോൺടാക്ട് ചെയ്യും. ഭാഗത്തുള്ളവരൊക്കെ ഈ കടപ്പുറ ഏരിയയിലാണ്. കടപ്പുറം ഇവിടുന്ന് കുറച്ചുകൂടെ പോയാൽ കടപ്പുറമാണെന്ന് പറഞ്ഞ്. ഈ ഭാഗത്തൊക്കെ ഞാൻ വല്ലാതെ വന്നിട്ടില്ല. നമ്മളിവിടെ മാജർ സനായി വരെ വരലുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണും. അങ്ങനെ നമ്മൾ സൗദിക്ക് പുറപ്പെട്ടു. എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാനും കൊണ്ടോട്ടിയിലെ ഷാജാനൊക്കെയുണ്ട്. ഞങ്ങൾ 2 പേര് ഒരുമിച്ചാണ് പോകുന്നത്. ഒരു കമ്പനിക്കാണ്. നമ്മൾ എയർപോർട്ടിൽ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, കസ്റ്റംസും പിന്നെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. വെയിറ്റിങ്ങിലാണ്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ ഗേറ്റ് തുറക്കുള്ളൂ. ഞങ്ങളിങ്ങനെ 3-ാം ഗേറ്റിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ പാസഞ്ചേഴ്സ് ഉണ്ട്. ഷാജാൻ ഭായ്
രണ്ടു വാക്ക് ഉരിയാറണം. എന്ത് പറയാനാ, ഏതായാലും കാര്യങ്ങളൊക്കെ അങ്ങനെ പോട്ടെ അല്ലേ. ഞങ്ങൾ കുറേ ഡ്രൈവർമാരുണ്ട്, ഞങ്ങളെല്ലാവരും കമ്പനിക്കാണ് പോണത്. ജിദ്ദയിൽ അൽക്കുംബ്ര എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. കുറേ കണ്ടെയ്നർ വണ്ടി ഉണ്ട്, 100 ചില്ലാനം വണ്ടിയൊക്കെ ഉണ്ട് കമ്പനിക്ക് എന്ന് പറഞ്ഞു. പോയി നോക്കട്ടെ. വീണ്ടും പ്രവാസ ലോകത്തേക്ക്. അതെ, 6 വർഷത്തിന് ശേഷം ഇന്ത്യ ചൂടൻ വീണ്ടും. നിങ്ങൾ 6 വർഷമായില്ലേ എന്നിട്ട്? 7 കൊല്ലമായി. മൂപ്പര് 7 കൊല്ലമായി നാട്ടിൽ സെറ്റിലായിട്ട്. ഞാൻ 6 വർഷമായി. ഏതായാലും പ്രവാസം ഞങ്ങളെ വീണ്ടും തിരിച്ചങ്ങോട്ട് തന്നെ വിളിക്കുകയാണ്. പോയി നോക്കട്ടെ, തവക്കൽത്തു അലല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളെല്ലാം റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഫ്ലൈറ്റ് വരണം. ഫ്ലൈറ്റൊക്കെ കുറച്ചിട്ടുണ്ടാവും അല്ലേ. വേറെ എന്തൊക്കെയാ സുഖമല്ലേ എല്ലാവർക്കും? ഗേറ്റ് നമ്പർ 3 എല്ലാവരും റെസ്റ്റിലാണ്. ഒരുപാട് ആൾക്കാർ പല പല ആഗ്രഹങ്ങളും പല പല മുറാദുകളും വെച്ച് ക്ഷമയോടെ കാത്തിരിക്കുകയാണ് എയർപോർട്ട് എന്ന ഗ്രാമത്തിൽ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആഗ്രഹങ്ങളും നിറവേറും. എയർപോർട്ടിൻ്റെ ഉള്ളിലെ കഥകളിയും വള്ളംകളി, മോഹിനിയാട്ടം, ഇതാ നടക്കണം മോഹിനിയാട്ടം. ഗാന്ധിജി ഇവിടെ ഉണ്ട്. എയർപോർട്ടിൻ്റെ ഉള്ളിലെ കലാകാരന്മാരാണ് ഇരിക്കുന്നത്. വള്ളംകളി നടക്കുന്നുണ്ട്, കഥകളിയുണ്ട്, പിന്നെ ഏതൊക്കെ അമ്പലങ്ങളുണ്ട്, ആനയുണ്ട്. എയർപോർട്ടിൻ്റെ ഉള്ളിലെ ചിത്രകലാകാരന്മാരാണ് ഈ കാണുന്നത്. ഗാന്ധിജിയൊക്കെ അത് മരം കൊണ്ട് സിമെൻ്റാണ്, സിമെൻ്റായിട്ട് ഉണ്ടാക്കിയാണ് അല്ലേ. നമ്മളെ കൂടെയുള്ള ഷാജഹാനൊക്കെ പറയുന്നതും സിമെൻ്റാണെന്ന് പറയുന്നുണ്ട്. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ ഫ്ലൈറ്റിലാണ്. സലാമേറാണ്, സലാമേർ. സീറ്റ് ടി വി ഒന്നും ഇല്ല കേട്ടോ അല്ലേ. അവർ പൊളിഞ്ഞാടിയാണ് ഫ്ലൈറ്റ് തോന്നുന്നുണ്ട്. എയർ ഇന്ത്യൻ്റെ വഴിയാണ്. This flight to Muscat flight number 4 on behalf of Salama Air Companies. Our flight time inshallah is 3 hours 20 minutes cruising at 736 The weather conditions is expected to be good, however, if you want to keep your seatbelt fastened and seated, and we thank you for choosing Salama. നമ്മൾ ഒമാനിലെത്തിയിട്ടുണ്ട്. ഒമാൻ എയർപോർട്ടിലാണ്. അങ്ങനെ വെൽക്കം ടു മസ്കറ്റ്, ഒമാൻ. ഒമാൻ എയർപോർട്ടാണ്. അപ്പോൾ അങ്ങനെ ഒമാൻ എയർപോർട്ടിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്.
സഞ്ചാരികൾ, വിദേശികൾ, നമ്മളെപ്പോലുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. ബാബ് 6:36 ഇവിടുത്തെ ടൈം. 6:36 ഒമാൻ ടൈം. ഇന്ത്യൻ സമയം 8:05. അപ്പോൾ എത്ര മണിക്കൂറാണ്? 1 മണിക്കൂറും 40 മിനിറ്റോ 30 മിനിറ്റൊക്കെ, 1.5 മണിക്കൂറിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഇതാണ് ഒമാൻ. ഇവിടെ ബിഗ് ടിക്കറ്റിൻ്റെ പരിപാടിൻ്റെ. അതാ മൂത്രമൊക്കെ പോയി വെച്ചെന്നോ? ബാത്റൂം പോണി പോയിക്കാറ്. ആയിക്കോട്ടെ, പോയി വാ. വൈഫൈ ഇല്ല, അറിയില്ല അതിൻ്റെ പാസ്വേഡ് എന്തൊക്കെ എങ്ങനെ അറിയില്ല. എത്ര ആളുകൾ ഉപയോഗിക്കല്ലേ വൈഫൈ ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും കണക്റ്റാവില്ല. നല്ല രസമുള്ള അടിപൊളി ഡെക്കറേഷൻ കേട്ടോ ഉള്ളിൽ. അങ്ങനെ ഒമാൻ എയർപോർട്ടിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇനി ഇവിടെ 2 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് നമുക്ക്. അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതാണ് ജിദ്ദ. കൈകാലം മുടിച്ചാനൊക്കെ നിർത്തിയിട്ടൊക്കെയാണ് അല്ലേ? സലാം. ഇനി നമുക്ക് ഇവിടുന്ന് ജിദ്ദക്കാണ് ഫ്ലൈറ്റ്, കണക്ഷനാണ്. നമ്മൾ ഒമാനിൽ വന്നിറങ്ങി. ഇനി ഇവിടുന്ന് 1 മണിക്കൂർ കഴിഞ്ഞാൽ ജിദ്ദ, നേരെ ജിദ്ദ. ഒരേ ഫ്ലൈറ്റിന് തന്നെ പല ടിക്കറ്റാണ്, ചാർജാണ്. 30,000, 32,000, 23,000. ഞങ്ങൾ 23,000 പല റേറ്റിലും വന്ന ആൾക്കാരുണ്ട്. അതറിയില്ല. 253 നോക്കാണ്. നമ്മളത് 253 അതല്ല. അങ്ങനെ നമ്മൾ 2ാമത്തെ ഫ്ലൈറ്റിൽ കയറി. ഒമാൻ ടു ജിദ്ദ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു നമുക്ക്. നേരെ ഒമാന് ജിദ്ദ. രാത്രിയാണത് കാണാൻ രസം. റോട്ടിലൂടെ വണ്ടി കാണാൻ പോണത്. എന്താ കാണാൻ രസം.
നീങ്ങുകൊണ്ടിരിക്കുകയാണ്. ജിദ്ദ എയർപോർട്ടിലേക്ക് ലാൻഡിങ്ങിന് അനുമതി കിട്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10 സെക്കൻഡ് കൊണ്ട് 10-20 സെക്കൻഡ് കൊണ്ട് നിലം തൊടുന്നതാണ്. റൺവേൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൺവേയിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ ബ്രേക്കാണ് വർക്ക് ചെയ്യുന്നത് ചിറകുമ്പേ. ലൈനർ അടിച്ചാനേക്ക് തോന്നുന്നുണ്ട്, സൗണ്ട് വരുന്നുണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ. ലൈനറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയണം. ഏതായാലും അൽഹംദുലില്ലാ ഏകദേശം സ്പീഡ് കുറഞ്ഞു, നിന്നുകൊണ്ടിരിക്കുകയാണ്. റൺവേയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മളെ ബ്രേക്ക് സിസ്റ്റമൊക്കെ അടഞ്ഞുപോയി. ഈ ഗിയറും അഡ്ജസ്റ്റ് ചെയ്യും. ചിറകിൻ്റെ ഒരു സാധനം ഉള്ളിലേക്ക് പോകുന്നുണ്ട്. മാഷാ അല്ലാഹ് എയർപോർട്ടിലെ ഫ്ലൈറ്റുകളാണ് കാണുന്നത്, സൗദി അറേബ്യൻ്റെ ഫ്ലൈറ്റുകൾ. ജിദ്ദ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇനി നമുക്ക് പാർക്ക് ചെയ്യാൻ അനുമതി കിട്ടണം. എന്നാൽ നമ്മൾ പാർക്കിംഗ് ഏരിയക്ക് പോകുന്നതാണ് വണ്ടി. الحمد لله على سلامتكم. مرحبا بكم في جدة. ينهضكم بحول الله في مطار الملك عبد العزيز الدولي، حيث يشير التوقيت المحلي إلى الساعة 11:22. الحمد لله അങ്ങനെ അറേബ്യൻ മണ്ണിലെത്തിയിട്ടുണ്ട്. في مقاعدكم لحين توقف الطائرة توقفا كليا وتطفأ إشارة ربط الأحقاب بعض الأمتعة خلال الرحلة. സൗദി എയർലൈൻസിന്റെ പടക്കുതിരകളാണ് ഈ നിൽക്കുന്നത്. من المطار لازم ورود الشيء ترجع بكم زر الموقع الإلكتروني salam.com. نتمنى لكم طيب الإقامة هنا. Dear very guests, welcome to Jeddah. We have landed in King Abdulaziz International Airport. Local time 11 in the morning. Please remain seated with seatbelt fastened until the aircraft has completely stopped and seatbelt sign be switched off. When you leave the aircraft, please remember to take your personal phone case with you. Please be careful opening the overload camera as moment move during flight. When we smoke in all perimeters of the sanitary area. For all of us, please visit our website salamair.com. We should visit the Jeddah looking forward to next Salamair flight. Thank you and great morning. പഴയ ഒരു KSRTC നിൽക്കുന്നു. KSRTC ആകെ പുറത്തൊക്കെ ചിറകും പഴയ കാലത്താണ്. ആകെ ഒരു ഫാനൊക്കെ ഊരിക്കൊണ്ടേക്കണം. നമ്മളെ നാട്ടിലത്തെ KSRTC ആണ്. അങ്ങനെ ജിദ്ദൻ്റെ റൺവേയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ഫ്ലൈറ്റുകളാണ് നിൽക്കുന്നത്. കോടാനിക്കോടി ഉറുപ്പിൻ്റെ ഫ്ലൈറ്റുകൾ. ഏതായാലും ഇതൊക്കെ ഒരു അനുഭവം തന്നെയാണ്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യലും ഇറങ്ങലും കയറലും കുഴപ്പമില്ലാതെ ലാൻഡ് ചെയ്യലൊക്കെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ മാഷാ അല്ലാഹ് നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അൻസാദിൻ്റെ വണ്ടിയിൽ നമ്മൾ അന്ത്രോപ്പാട് റിനാസും ഉണ്ട്. ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിൽ നിന്ന് പുറത്ത്. അങ്ങനെ നമ്മളിതാ സാറ ഫലസ്തീനിൽ എത്തിയിട്ടുണ്ട്. ലുലു മാളിൻ്റെ അടുത്താണ്, ലുലു ഹൈപ്പറിൻ്റെ അടുത്താണുള്ളത്. ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടത് എൻ്റെ അനിയനാണ്. മറ്റേത് കൊണ്ടോട്ടി ഷാജഹാനാണ്. ഇതിൻ്റെ അയൽവാസിത വരുന്നത്. അന്നൊക്കെ അന്ന ഞാൻ സിനിമയിലെടുത്തില്ലടാ. നീ സിനിമ നടനല്ലേ. എന്തൊക്കെ വർത്താനം എല്ലാവർക്കും സുഖമല്ലേ. അങ്ങനെ നമ്മൾ റൂവേഴ്സിലെത്തിയിട്ടുണ്ട് കേട്ടോ.
നമ്മളെ ദിലീപിൻ്റെ കടയിലാണ്. ദേപ്പുട്ടിലുണ്ട്. ഭക്ഷണം കഴിക്കാൻ കയറിയാണ്. ഇതിൻ്റെ കാരണവരാണ് പാപ്പുട്ടി. ഇതിൻ്റെ അനിയനാണ്. ഇത് അൻസാറാണ്. അപ്പം ഞങ്ങളെ ബിരിയാണി കഴിക്കാൻ കയറിയതാണ്. ചോർക്ക് കായ് കേട്ടോ. ഇല്ലേ, $50 കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ തീർന്നിട്ടുണ്ട്. എല്ലാവരും നമ്മളെ വീഡിയോ കാണി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും, മെസ്സേജുകളൊക്കെ ചെയ്യും. ഇവിടെ അടുത്തൊക്കെ എല്ലാവരൊക്കെ ഉണ്ടെങ്കിൽ നമ്പറൊക്കെ മെസ്സേജിൽ ചെയ്യും. നമ്മളെ ഫോൺ നമ്പർ നമ്മളിതിനൊപ്പം വെക്കുന്നുണ്ട്. ഇനി അത് മാറുമെന്ന് അറിയില്ല നമ്പർ. എന്താ വെച്ചാൽ പാസ്പോർട്ടുമ്പോഴാണ് എടുത്തിട്ടുള്ളത്. നിക്കാമ കിട്ടിയാൽ വേറെ നമ്പർ എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൊബൈലിൻ്റെ സിമ്മാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും താങ്ക്സ് പറയുന്നു. നമ്മളെ യാത്രയ്ക്ക് സുഖമാകാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് പറയുന്നു. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനി പറ്റുകയാണെങ്കിൽ ഉംറക്കൊക്കെ പോകണം, കാമ കിട്ടണം, ലൈസൻസ് കിട്ടണം. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ തീർന്നിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണും. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ മെസ്സേജ് ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മൾ വേണ്ടാത്തോ പറ്റാത്തോ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ.